ഇലക്ഷൻ അടുക്കുമ്പോൾ വോട്ടിനായി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുകയും വിജയിച്ചതിനു ശേഷം മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത പത്തനംതിട്ട എംപിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. കോൺഗ്രസ് എംപി ആന്റോ ആന്റണിക്ക് നേരെയാണ് ജനങ്ങൾ പ്രതിഷേധ സൂചകമായി ഫ്ലെക്സ് അടിച്ച് ട്രോളുമായി രംഗത്ത് വന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന കാലത്ത് വീണ്ടും എംപി മണ്ഡലത്തിലേക്ക് സന്ദർശനം നടത്തുന്നത് ട്രോളിലൂടെ പ്രതീകാത്മകമായി ചിത്രീകരിച്ചിരിക്കുകയാണ് ജനങ്ങൾ. നിലവിൽ പത്തനംതിട്ട എംപിയായ ആന്റോ ആന്റണിയെ പരിഹസിച്ച് അടൂർ ബസ് സ്റ്റാൻഡിന് സമീപമാണ് ഫ്ലെക്സ് ബോർഡ് ഉയർന്നത്. ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൻ ചർച്ചയായിരിക്കുകയാണ്. അതേസമയം പത്തനംതിട്ടയിൽ 2 ടേം തികച്ച് ആന്റോ ആന്റണിയെ മാറ്റണമെന്നാണ് DCC താൽപര്യപ്പെടുന്നത്. ജനപ്രതിനിധിയായ ശേഷം മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന ആക്ഷേപവും അദ്ദേഹത്തിന് തിരിച്ചടിയാകും. മുൻ DCP പ്രസിഡന്റ് മോഹൻ രാജ്, പത്തനംതിട്ട MLA ആയിരുന്ന ശിവദാസൻ നായർ എന്നിവരിൽ ആരെയെങ്കിലും പരിഗണിക്കണമെന്നാണ് DCCയുടെ ആഗ്രഹം. ശബരിമല വിഷയം കത്തി നിൽക്കുന്ന പത്തനംതിട്ടയിൽ സീറ്റ് നിലനിർത്തുന്നതിൽ ഭൂരിപക്ഷ സമുദായത്തിലെ അംഗം വേണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യവും ആന്റോ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് തിരിച്ചടിയാകും. ആറന്മുള ക്ഷേത്രവും ശബരിമല ക്ഷേത്രവുമെല്ലാം ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലമാണ് പത്തനംതിട്ട. കഴിഞ്ഞ കുറെ നാളുകളായി BJPയുടെയും സംഘപരിവാർ സംഘടനകളുടെയും ശക്തമായ പോരാട്ടങ്ങൾ നടക്കുന്ന സ്ഥലമാണിത്. 2008 മണ്ഡല പുനർനിർണയത്തിനാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം നിലവിൽ വരുന്നത്. പത്തനംതിട്ട ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ 2 മണ്ഡലങ്ങളും കൂടി ചേർന്നതാണ് ഈ മണ്ഡലം. 2009 രൂപീകരണം മുതൽ കോൺഗ്രസിന്റെ കുത്തകയാണ് പത്തനംതിട്ട. കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, അടൂർ, തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് പത്തനംതിട്ടയുടെ പരിധിയിൽ വരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൽ 4 മണ്ഡലങ്ങളും LDFിനൊപ്പമായിരുന്നു. ഒരു മണ്ഡലം കോൺഗ്രസിനും 1 കേരള കോൺഗ്രസ് എമ്മിനും മറ്റൊന്ന് PC ജോർജിനും എന്നതാണ് നിലവിലെ സ്ഥിതി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ കണക്കെടുത്താൽ ഇത്തവണ ഇടതുപക്ഷത്തിന് നേരിയ മുൻതൂക്കമുള്ള മണ്ഡലമെന്ന് വിലയിരുത്താം. 2009 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് രംഗത്തിറക്കിയത് ആന്റോ ആന്റണിയെ ആയിരുന്നു. എതിരാളിയായി എത്തിയത് CPMന്റെ K അനന്തഗോപനാണ്. തിരഞ്ഞെടുപ്പിൽ 1,11,206 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് ആന്റോ ആന്റണി വിജയിച്ചത്. അതേസമയം നാടിന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പരാതിപ്പെട്ട യുവതിയെ അധിക്ഷേപിച്ച് പത്തനംതിട്ട MP ആന്റോ ആന്റണിയും കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തിയ തരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നിരുന്നു. തിരുവല്ല ബൈപ്പാസ് ഇഴഞ്ഞു നീങ്ങുന്നതിനെ പറ്റി ചോദിച്ചതിന് പത്തനംതിട്ട സ്വദേശി ലക്ഷ്മിക്കെതിരെ സൈബർ ആക്രമണം കോൺഗ്രസ് പ്രവർത്തകർ അഴിച്ചുവിട്ടതായാണ് ആരോപണം. യുവതിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടിയതോടെയാണ് കോൺഗ്രസുകാർ അധിക്ഷേപവുമായി ഇറങ്ങിയതെന്നും ആരോപണമുണ്ട്. സംഭവത്തിൽ ആന്റോ ആന്റണിക്കും കോൺഗ്രസ് പ്രവർത്തകർക്കുമെതിരെ യുവതി പരാതി നൽകി. കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിന്റെ ചുവട് പിടിച്ച് ട്വിറ്ററിൽ ലക്ഷ്മിയുടെ പോസ്റ്റിന് നേരെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ സൈബർ ആക്രമണം. കൊല്ലം ബൈപ്പാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അതേ ദിവസം തന്നെ തിരുവല്ല ബൈപ്പാസിന്റെ നിർമ്മാണം വൈകുന്നതിന് ആന്റോ ആന്റണി MPയെ അടക്കം വിമർശിച്ചുകൊണ്ടായിരുന്നു ലക്ഷ്മിയുടെ ട്വിറ്റർ പോസ്റ്റ്. മോദി മിടുക്കനാണെങ്കിൽ തിരുവല്ല ബൈപ്പാസ് പൂർത്തിയാക്കി നമുക്ക് കാണിച്ചു തരട്ടെ, ഇതായിരുന്നു ലക്ഷ്മിയുടെ പോസ്റ്റ്. പത്തനംതിട്ടയിലെ കോൺഗ്രസ് MP ആന്റോ ആന്റണി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവരെ ടാഗ് ചെയ്തുകൊണ്ട് ബൈപ്പാസ് നിർമ്മാണം കോൺഗ്രസ് ആണ് പൂർത്തീകരിക്കാൻ പോകുന്നതെന്ന മറുപടിയുമായി മാറ്റിവന്ന കോൺഗ്രസ് പ്രവർത്തകരാണ് ആദ്യം പ്രതികരണവുമായി എത്തിയത്. തുടർന്ന് മറുപടിയുമായി എത്തിയ ലക്ഷ്മി, ആന്റോ ആന്റണിക്ക് തിരുവല്ല എന്നൊരു സ്ഥലമുണ്ടെന്ന് അറിയാമെന്ന് തോന്നുന്നില്ല, വോട്ട് ചോദിക്കാൻ വന്നതാണ്, പിന്നീട് ഇങ്ങോട്ടൊന്നും കണ്ടിട്ടില്ല എന്ന പോസ്റ്റ് വന്നതോടെയാണ് ആക്രമണവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നത്. പിന്നാലെ നിരവധി പ്രവർത്തകർ വന്നതോടെ ആന്റോ ആന്റണിയും പ്രതികരണവുമായി എത്തി. ഇതൊക്കെ കാണുന്നുമുണ്ട്, കേൾക്കുന്നുമുണ്ട്. തിരുവല്ലയിൽ ഒട്ടേറെ പരിപാടികളിൽ പങ്കെടുക്കുന്നവനാണ്. ഇതുവരെ നിങ്ങളെ കാണുവാൻ ഒരു അവസരമുണ്ടായിട്ടില്ല. ഇന്ന് വൈകിട്ട് വീണ്ടും വരുന്നുണ്ട്. നിങ്ങളുടെ നമ്പർ തരികയാണെങ്കിൽ വിളിച്ചറിയിക്കുന്നതായിരിക്കും എന്ന് ലക്ഷ്മിക്ക് മറുപടി നൽകിയെങ്കിലും തുടരെയുള്ള ലക്ഷ്മിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയാതായതോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം തുടങ്ങിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.